വളരെ വളരെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞാണ് ശ്രീനി നമ്മളെ ചിരിപ്പിച്ചത്. കൂടെ നിൽക്കുന്ന 10 പേരും കൂടെ ചിരിക്കുമ്പോൾ ഇവന് 10 പേരെ തല്ലേണ്ടി വരും, എന്നെ മാത്രമല്ല. മഹാരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ സന്ധി സംഭാഷണത്തിൽ അത് തീർക്കാൻ കഴിയുന്നതാണ്. പൊട്ടിക്കരയുന്ന അച്ഛനാണ് വെളിയിരുന്നിട്ട് മതിയുടെ ആശാവത്തി കുത്തിയത്. വളരെ വളരെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞാണ് ശ്രീനി നമ്മളെ ചിരിപ്പിച്ചത്. എല്ലാം നർമ്മത്തിലൂടെ കാണുക. എന്നിട്ട് എന്നോട് പലപ്പോഴും ശ്രീനി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരാളെ വഴക്ക് പറയണമെന്ന്, നമുക്കൊരാളെ വഴക്ക് പറയണം, നല്ല ദേഷ്യം വരുന്നുണ്ട് നമ്മളെ ഒരാളോട്. ആ വഴക്ക് പറയുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ തിരിച്ചു വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ നമ്മളെ തല്ലി വരും. പക്ഷേ പരിഹാസം ചേർത്താണ് നമ്മുടെ ആ ഒരു കമന്റെങ്കിൽ കൂടെ നിൽക്കുന്ന 10 പേരും കൂടെ ചിരിക്കുമ്പോൾ ഇവന് 10 പേരെ തല്ലേണ്ടി വരും, എന്നെ മാത്രമല്ല. സോ അതൊരു നല്ല കാര്യം മാത്രമല്ല, നമ്മൾ ദേഷ്യപ്പെടുന്നതിനെക്കാട്ടിലും കൂടുതലുള്ള ഒരു ഇമ്പാക്ട് ആ വ്യക്തിയിൽ ഉണ്ടാവും. ആ പരിഹാസം ചേർത്തത് പറയുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ വാക്ക് അവൻ മറക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചിന്താഗതി ശ്രീനിക്ക് ഉണ്ടായിരുന്നു. ഒരു 2 ചെറിയ കാര്യം പറയാൻ, അതായത് ശ്രീനിയും അച്ഛനും തമ്മിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്ന് പറയുന്ന നിർബന്ധം വന്നപ്പോൾ അച്ഛൻ ഒരു വിധത്തിൽ ഇത് ചെയ്തുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അച്ഛന് നല്ല വ്യക്തതയുണ്ട്. അച്ഛനത് ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. ഫീസ് കൊടുക്കാൻ പോണം, മദ്രാസിൽ പോയി പഠിക്കണം. വഴക്കായി, ഭയങ്കര വഴക്കായി, തമ്മിൽ സംസാരിക്കാതായി. പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ പൈസ വാങ്ങിച്ച് പോയേ പറ്റൂ. അപ്പം പാടത്ത് നിൽക്കുകയാണ് അച്ഛൻ്റെ മുമ്പിൽ ചെന്നാൽ വിട്ടുകൊടുക്കാനും തയ്യാറില്ല. അങ്ങനെ അവസാനം അച്ഛൻ അവിടെ നിൽക്കുക, പുള്ളി പറഞ്ഞു, മഹാരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ സന്ധി സംഭാഷണത്തിൽ അത് തീർക്കാൻ കഴിയുന്നതാണ്. അത് ഒരു അച്ഛനോട് മകൻ പറഞ്ഞു. അച്ഛൻ പൊട്ടി ചിരിച്ചു. അതിനുശേഷം ഞാൻ അച്ഛൻ അങ്ങനെ ചിരിക്കുന്ന എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ജീവിതത്തിലെ അനുഭവം. ഇനിയൊരു അനുഭവം കൂടെ ഉണ്ട്. ആ അനുഭവം എന്താന്ന് വെച്ചാൽ, അച്ഛൻ ഈ ഗണേഷ് പറഞ്ഞ പോലെ ബസ്സൊക്കെ വാങ്ങിച്ച് തകർന്ന് തരിപ്പണമായി, വീട് ജപ്തിയായി, പിറ്റേ ദിവസം ഇറങ്ങണം. പലപ്പോഴും അച്ഛനോട് ഇവര് ചോദിച്ചിട്ടുണ്ട്, കുട്ടികളും അമ്മയൊക്കെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ സമ്പാദിച്ചാണ്, ഇഷ്ടംപോലെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, അത് എങ്ങനെ ചെലവാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ അതിൽ എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ജീവിക്കാനുള്ള എല്ലാം ഞാൻ തന്നിട്ടുണ്ട്, അതെല്ലാം പോയി, വീട് രാവിലെ ജപ്തിയാവും. പുറത്തിരിക്കുകയാണ് അച്ഛൻ. എന്ത് പറഞ്ഞാലും കേൾക്കാത്ത അച്ഛൻ എന്ത് ചെയ്യും? ശ്രീനിയുടെ ബ്രദറും കൂടെ അകത്തിരുന്ന് സ്വത്ത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ശ്രീനി പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരിയാണ്, നമ്മുടെ ആളെ വീട്ടിൽ ഇറങ്ങാണ്, പക്ഷെ ഊട്ടിയിലെ വീട് ഞാൻ എടുക്കും. അപ്പൊ ചേട്ടന്മാർ അത് തമ്മില്ല, ഊട്ടിയിലെ വീട് നീ എടുത്ത് എനിക്ക് എന്താണ് കാര്യം, ഒറ്റപ്പാലത്ത് തിയേറ്റർ ഇരിക്കാതായിരുന്നു. അത് അച്ഛനോട് നമുക്ക് ചോദിക്കാം. ഇങ്ങനെ ഇവര് എസ്റ്റേറ്റ് ഇതൊക്കെ ഇരുന്ന് ഭാവിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അതായത് അച്ഛൻ വെളിയിരിക്കുക ഒന്നുമില്ല, രാവിലെ ഇറങ്ങി പോട്ടെ. അകത്ത് ഭയങ്കരമായ തർക്കവും വീടിന്റെ സ്വത്ത് ഭാഗം വെക്കലും. കുറച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ശബ്ദം കേട്ട് ചിരിക്കുകയാണോ കരയാണോ എന്ന് നോക്കിയപ്പോ പൊട്ടിക്കരയുന്ന അച്ഛനാണ് വെളിയിരുന്നിട്ട് മതിയുടെ ആശാവത്തി കുത്തിയത്. അപ്പോ ശ്രീനി പറയണേ, അതിനുശേഷം അച്ഛൻ അങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ അനുഭവങ്ങളെല്ലാം ശ്രീനി പറയുന്നത് ഭയങ്കര തമാശയായിട്ടാണ്. ഇതൊക്കെ നമുക്ക് അതെ, ഇത് കഴിഞ്ഞിട്ട് പോലെ ശ്രീനി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ള ഒരു തമാശ പറഞ്ഞ് നമ്മൾ ചിരിക്കുന്നതിന് മുമ്പ് ശ്രീനി ചിരിക്കും. പക്ഷെ അത് തീർച്ചയായിട്ടും അത് നമുക്ക് ചിരിക്കാൻ തോന്നുന്നു, നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന സംഭവങ്ങളാണ്. അത് തീർച്ചയായിട്ടും, അതായത് നർമ്മം കലർത്തി നമ്മളെ കരയിച്ച വേറൊരു വ്യക്തിയില്ല. ഞാൻ പലപ്പോഴും ശ്രീനി എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കും. കാര്യം വെച്ചാൽ ഒരിക്കൽ ഞാൻ ശ്രീനിയോട് ചോദിച്ചു, അടുത്ത സിനിമ എന്താണ്? അടുത്തത് ഞാനൊരു ഫിലോസഫിക്കൽ ഫിലിമാണ്. അതെന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 സ്റ്റേജസ് ഉണ്ട്. ബാല്യം, കൗമാരം, യുവത്വം, ദാമ്പത്യം, ഗൃഹസ്ഥ്യം, സന്യാസം. ഇതിനെ കുറിച്ചാണ് ഒരു സിനിമ. എനിക്ക് ഒരു പിടിയും കിട്ടില്ല. ഇതെങ്ങനെ എടുക്കും? അതിനകത്ത് ഒരുപാട് തമാശകളുണ്ട്. അതാണ് നമ്മളുടെ ചിന്താവിഷ്ടയായ ശാഖ. ഒന്നും മുഴിപ്പിക്കുന്നതിന് മുൻപ്
അടുത്തതിലേക്ക് ചാടി പുറപ്പെടുന്ന നമ്മളെല്ലാവർക്കും നമുക്ക് ഒന്ന് ആലോചിച്ചാൽ സ്വയം കണ്ടുപിടിക്കാവുന്ന ഒരു കഥാപാത്രത്തെ ശ്രീനി കണ്ടുപിടിച്ചു. ഇത്രയും ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സിനിമ ഞാൻ ലോക സിനിമയിൽ ഇത്രയധികം ചിരിച്ചിട്ട് ഒരു ഫിലോസഫി ആരെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എസ്കേപ്പിസോണ്ട് എല്ലാം ഉണ്ട്. ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യനെ ആക്ച്വലി ഡിസെക്ട് ചെയ്ത് നമ്മളെ കാണിക്കുകയാണ്. ഇതൊക്കെയാണ് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന്.